അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താമരശ്ശേരി കോടതിയിൽ കൂട്ടത്തല്ല്. കോടതിക്ക് പുറത്ത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ റോട്ടിൽ നിന്ന് വലിയ അടി. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്താണ്. കണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാനിന്ന് പറയാൻ പോകുന്നത് പെൺകുട്ടികളോടാണ്. സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട്. ഇത് അവർക്ക് കേൾപ്പിക്കാൻ രക്ഷിതാക്കളോ കാണുന്നവരോ അയച്ചു കൊടുക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചെറിയ ഇൻസ്പിറേഷൻ മാത്രം. നിങ്ങളുടെ ജീവിതത്തിൽ 15 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു ക്രഷ് വരാൻ സാധ്യതയുണ്ട്. കാരണം പഠിക്കുന്ന സ്ഥാപനത്തിൽ കുട്ടികളോടൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡും അവരുടെ കെയറിങ്ങും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ അവരോടൊരു ഇഷ്ടം തോന്നും. അതല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ സ്വഭാവവും നിങ്ങളെ നല്ല പെരുമാറ്റവും നിങ്ങളെ ഭംഗിയൊക്കെ കാണുമ്പോൾ ആൺകുട്ടികൾക്ക് നിങ്ങളോടും ഒരു ഇംപ്രഷൻ തോന്നാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും എതിർക്കപ്പെടാൻ പറ്റിയതല്ല. സ്വാഭാവികമായി നടക്കുന്നതാണ്. മനസ്സാണല്ലോ. കാന്തവും ഇരുമ്പും തമ്മിൽ എപ്പോഴും ബന്ധമാണ്. കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പ് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒട്ടിച്ചേരും. കാന്തം ഇരുമ്പും പോലെയാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ. അവിടെയാണ് കെയറിങ്, നമ്മളെ മനസ്സിൻ്റെ കൺട്രോളിങ്ങും മൈൻഡ് കൺട്രോളിങ്ങും ഉണ്ടാവേണ്ടത്. വിശിഷ്യ പരിശുദ്ധമായ ദീന്, മതം ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുക. കണ്ട കാന്തത്തിൻ്റെ അടുത്തേക്കൊക്കെ ഇരുമ്പ് പോകാൻ പാടില്ല. ഇരുമ്പ് നിൽക്കേണ്ടടുത്ത് ഇരുമ്പ് നിൽക്കണം. ഒട്ടിച്ചേരേണ്ട സമയത്ത് മാത്രം കാന്തവും ഇരുമ്പും ഒട്ടിച്ചേരണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ പെൺകുട്ടിയാണെങ്കിൽ ആ രക്ഷിതാവ് ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ബാങ്കും ഇക്കാമത്തൊക്കെ കൊടുത്ത് എന്തൊരു പ്രതീക്ഷയായിരിക്കും എന്നറിയോ. കുഞ്ഞിൻ്റെ കയ്യോ വളരുന്നു, കാലോ വളരുന്നു. നിലത്ത് വെച്ചാൽ എറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും, അരയിൽ കെട്ടിയാൽ അരഞ്ഞാൻ കടിക്കും പോലെ കയ്യോ വളരുന്നു, കാലോ വളരുന്നു. ഈ നിലക്ക് വളർത്തി കൊണ്ടുവന്ന് 5ാം ക്ലാസ് എത്തുമ്പോൾ സ്കൂളിലും മദ്രസയിലൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കുട്ടി വലുതായി ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്നേഹലാളനയിൽ വളർന്ന് അതിൻ്റെ ഇടയ്ക്ക് ശകാരങ്ങളുണ്ടാകാം, അടിയുണ്ടാകാം, വഴക്കുണ്ടാകാം, സ്നേഹം ഉണ്ടാകാം. എല്ലാം ഒരു കുടുംബത്തിൻ്റെ ആവശ്യമാണ്. എല്ലാം വേണം. എപ്പോഴും സ്നേഹം തന്നെ പാടില്ല. ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചു. അതുപോലെ പ്രവാസിയാണെങ്കിൽ ആ പ്രവാസിക്ക് എപ്പോഴും മകളെ വിളിക്കണം, കാണണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ആ കുഞ്ഞ് വലുതായി 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലൊക്കെ എത്തി SLC പാസ്സായി +2 ആവുമ്പോൾ സ്വാഭാവികമായും അത് വിശിഷ്യ പ്രത്യേകിച്ച് ബാംഗ്ലൂരും പല സ്ഥലത്തും ഹോസ്റ്റലിൽ പഠിപ്പിക്കാനൊക്കെ വിടുമ്പോൾ മനുഷ്യൻ്റെ മനസ്സാണത്. ആരെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ഒന്നും അറിയാതെ എടുത്തു ചാടുന്ന, ആയം നോക്കി കാല് വെക്കാത്ത കുറേ പെൺകുട്ടികൾ. പ്രേമത്തെ ഞാൻ എതിർക്കുന്നില്ല. പ്രേമം വേണം. പ്രേമത്തിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. പ്രേമിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. അതിനു മുമ്പ് പാടില്ല എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇത് വിവാഹത്തിന് മുമ്പ് തന്നെ പിന്നീട് അങ്ങോട്ട് ഒരു ക്രഷ് വരികയാണ്. പിന്നെ അവനെക്കുറിച്ചായി മൈൻഡ്. പഠനത്തിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു പോയി. പിന്നെ ക്രമേണ അവനോടുള്ള ഇൻട്രസ്റ്റ് വരികയാണ്. അതേപോലെ അവനക്ക് ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് വരികയാണ്. പിന്നെ പരസ്പരം മെസ്സേജുകളും. പ്രത്യേകിച്ച് എല്ലാവർക്കും ഫോണാണല്ലോ. ഏറ്റവും വലിയ മുസീബത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് കയ്യിൽ ഫോൺ ഉണ്ടാവരുത് എന്നാണ്. വീട്ടിൽ വന്നാൽ ഉമ്മയുടെ ഫോണൊക്കെ എടുത്ത് അത്യാവശ്യം യൂസ് ചെയ്യുക എന്നല്ലാതെ ഈ കുട്ടികളെ കയ്യിൽ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ, തിരൂരിൽ നിന്ന് ഞാൻ കേട്ട 2-3 മാസം മുമ്പാണ്. ഞാൻ തിരൂർ ടൗണിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ബസ് സ്റ്റാൻഡിൽ. എൻ്റെ അപ്പുറത്തൊരു പെൺകുട്ടി നിന്നിട്ട് ഒരുത്തന് ഫോൺ ചെയ്യണം ഞാൻ കേൾക്കുകയാണ്. ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് വന്നിക്കണത്, വേഗം വാടാന്ന്. ഞാനപ്പോൾ തിരിഞ്ഞു നോക്കി. ഞാൻ പിന്നെ പോയി. നമുക്കവിടെ പറഞ്ഞാൽ ചോയ്സ് ഇല്ല. കാരണം നിങ്ങളെന്താ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണം എന്ന് ചോദിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് മിണ്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളെ പ്രിയപ്പെട്ട പിതാവ്, നിങ്ങളെ 10 മാസം ഗർഭം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച നിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മനസ്സിൽ തീക്കണൽ കോരിയിട്ടുകൊണ്ട്
നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജീവിക്കാം, സ്വാതന്ത്ര്യമുള്ള ലോകമാണിത്. പക്ഷേ അതിൽ നിങ്ങളിലുണ്ടാകുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് നിങ്ങൾ അതിനേക്കാൾ അപ്പുറം വേദനിപ്പിക്കുമെന്ന കാര്യം 100% എഴുതി വച്ചോളൂ. ഒരിക്കൽ പോലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോട് തുറന്ന് പറയുക. കാരണം അവനെ കോളേജിൽ വെച്ച് കാണുന്ന പരിചയം നിങ്ങൾക്കുള്ളൂ. അവൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയില്ല, ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പോയി നിൽക്കേണ്ടത് ആ കുടുംബത്തിലാണ്. ആലപ്പുഴയിലൊരു പെൺകുട്ടി, ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. ഹാദിയ കോഴ്സ് വരെ പഠിച്ച് നിസ്കാരം ക്ലിയറായി നിർവഹിക്കുന്നൊരു പെൺകുട്ടിയിലാണ് ഒരുത്തൻ്റെ കൂടെ പോയത്. ആ ഉപ്പയും ഉമ്മയും എന്നെ വിളിച്ച് കരഞ്ഞത് കണ്ടപ്പോൾ ഞാൻ പോയി. നസ്രുദ്ദീൻ മദനിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോയപ്പോൾ എന്താ സംഭവിച്ചത്? പോലീസ് ഈ ചെക്കന് 21 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ പോലീസ് പറഞ്ഞു 23 വയസ്സായതിൻ്റെ ശേഷം നീ കൊണ്ടുപോയിക്കോ, അതുവരെ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് തിരിച്ച് പോലീസ് വണ്ടി കയറ്റി ഇവളെ വീട്ടിൽ കൊടുന്നാക്കിക്കുകയാണ്. ആ കുട്ടീനൊന്ന് കൗൺസിൽ ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാ വലിയ മാറ്റം അതുകൊണ്ടുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോടാണ്. നിങ്ങളൊരിക്കലും മാതാപിതാക്കളെ മനസ്സിൽ അവരുണ്ടാക്കി തന്ന ആ ഒരു സ്നേഹം, അവർ പഠിപ്പിച്ചെന്ന സമ്പത്ത് ചെലവഴിച്ച് എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങളെ അറിയിച്ചിട്ടില്ല. നിങ്ങളെ അറിയിക്കാതെയാണ് അവർ നിങ്ങളെ വളർത്തിയത്. നിങ്ങളെ വിഷമമൊന്നും അറിയിച്ചിട്ടില്ല. അത്രയും വളർത്തി തന്ന ആ രക്ഷിതാക്കളെ 2 മാസം മുമ്പ് കണ്ട ഒരുത്തനെ സ്നേഹിക്കുമ്പോൾ എന്നോ നിങ്ങളെ സ്നേഹിച്ച് ജീവിപ്പിച്ച് കൊണ്ടുവന്ന നിങ്ങളെ രക്ഷിതാക്കളെ നെഞ്ചത്ത് ചവിട്ടിയിട്ടുള്ള ഈ പോക്കുണ്ടല്ലോ, ഒരിക്കലും ഗുണം പിടിക്കില്ല മക്കളെ. ഒരിക്കലും അങ്ങനത്തെ ഒരു ലവ് മാരേജ് ഗുണം പിടിക്കില്ല. അത് 100% ഉറപ്പിച്ചോളൂ. നിങ്ങൾ തുടക്കത്തിൽ വിചാരിക്കും വലിയ ഉഷാറാവുന്നു, പക്ഷേ ഇല്ല. എത്രയോ കുടുംബങ്ങൾ 99% തകർന്ന ചരിത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. നിങ്ങളൊക്കെ മനസ്സിൽ ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ക്രഷ് ഉണ്ടാകും, ആരോടെങ്കിലുമൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും. സുഹൃത്ത് ബന്ധത്തിനൊരു പരിഹാരം ഒരു പരിധി ഉണ്ടാക്കണം. പെൺകുട്ടികളോട് പോലും ബന്ധപ്പെടാൻ കഴിയാത്തൊരു ഒരു ഘട്ടത്തിലാണ്, ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കാനയച്ച് പഠിച്ചുകൊണ്ട് തിരിച്ചു വരിക. നിങ്ങളുടെ ഇടയിൽ കളങ്കമുണ്ടെങ്കിൽ, എന്തെങ്കിലും കളങ്കം നിങ്ങൾ ചെയ്തെങ്കിൽ ഒരിക്കലും നിങ്ങൾ രക്ഷിതാക്കളത് അറിയാൻ പോണില്ല. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിരിക്കും ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ മാതാവിൻ്റെ വേദന പൊട്ടുന്ന രംഗം കാണുന്നത്, നെഞ്ചടിച്ച് വിഷമിക്കുന്ന രംഗം കാണുന്നത്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ പറയാണ്, വേദനിപ്പിക്കരുത് ആരെയും. അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടൊരു ജീവിതത്തിനൊരു അർത്ഥമില്ല. ഞാൻ ഇത് നീണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ നിർത്തുന്നത്. ബുദ്ധിയുള്ളവർക്ക് ഇത് മതി. അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.